Hello all, എല്ലാവർക്കും ജികെ വേൾഡ് ആൻഡ് പിഎസ്സിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അക്കാഡമിയിൽ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്റർ ആണ്. കഴിഞ്ഞ 5 വർഷമായി കേരള പിഎസ്സി, എസ്എസ്സി, ആർആർബി തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടി ക്ലാസുകൾ നൽകി വരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ഫാക്ട്സ് അബൌട്ട് കേരളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ. അല്ലെ, അപ്പം നാഷണൽ പാർക്സ് ഇൻ കേരള, ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ അനായാസമായിട്ടൊരു കോഡിലൂടെ നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം നമുക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനുശേഷം ഇത് ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡ് കൂടി പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ദേശീയോദ്യാനങ്ങളും അതോടൊപ്പം വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഇത് രണ്ടും തിരിഞ്ഞു പോവരുത്, രണ്ടും രണ്ടാണ്. അപ്പം നമുക്ക് പരീക്ഷകൾക്കൊക്കെ ചോദിക്കും, താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയോദ്യാനം ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. 4 ഓപ്ഷൻസും തരാറുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ അറിയേണ്ടത് എത്ര ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിൽ ഉള്ളത് എന്നറിയണം. നാഷണൽ പാർക്കുകൾ എത്രണ്ണാണ്? 5 എണ്ണമാണ് ഉള്ളത്, അല്ലേ? ഏതൊക്കെയാണ്? ഇരവികുളം നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മതികെട്ടാൻ ഷോല, അതോടൊപ്പം ആനമുടി ഷോല, ആൻഡ് ലാസ്റ്റ് വൺ പാമ്പാടും ഷോല. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം എന്താണ്? നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കും അതോടൊപ്പം തന്നെ മതികെട്ടാൻ ഷോല, ആനമുടി ഷോലയും പാമ്പാടും ഷോലയും സ്ഥിതി ചെയ്യുന്നത് ഒരു ജില്ലയിലാണ്. ഏതാണ് ആ ജില്ല? ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ ഇടുക്കി ജില്ലയിലാണ് ഈ 4 എണ്ണവും വരുന്നത്. ഒരെണ്ണം മാത്രമേ പുറത്ത് വരുന്നുള്ളൂ. അതേതാണ്? അത് സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? അത് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ 5 നാഷണൽ പാർക്കുകളാണ് കേരളത്തിലുള്ളത്. ഏതൊക്കെയാണ്? ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടും ഷോല, മതികെട്ടാൻ ഷോല, അതോടൊപ്പം ലാസ്റ്റ് വൺ ഏതാണ്? ആനമുടി ഷോല, അല്ലെ? അപ്പോൾ ഇങ്ങനെ 5 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാനായിട്ട് ചെറിയൊരു കോഡ് പറയാം. കോഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് അല്ലാത്തവർക്ക് ഇത് ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക. കോഡ് ആവശ്യമുള്ളവർ ഇങ്ങനെ കൂടെ ഓർത്ത് വെക്കുക. കോഡ് ഇതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ആനയും പാമ്പും കൂടി ഇര തേടി സൈലന്റായി. ഓക്കെ, ഒന്നുകൂടെ പറയാം, ആനയും പാമ്പും ഇര തേടി സൈലന്റായി. ഓക്കെ, അപ്പോൾ ഇതാണ് കോഡ്. അപ്പോൾ ഇത്രയും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരെണ്ണം അഡീഷണൽ ആയിട്ട് വരുന്ന ഏതാണ്? ഈ മതികെട്ടാൻ ഷോലയാണ്. അത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. എന്താണ്? 3 ഷോലകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ 3 ഷോലകളും ഇടുക്കി ജില്ലയിലാണ്. നമ്മൾ 3 ഷോലകൾ പറഞ്ഞു. ഇനി ഒരു കാര്യം നോക്കേണ്ടത് എന്താണ്? ഇതിനകത്ത് നമുക്ക് ഇത് നിലവിൽ വന്ന വർഷം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വർഷം കൂടി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നിലവിൽ വന്ന വർഷമാണ്. അതിനുശേഷം ഓരോ ദേശീയോദ്യാനങ്ങളെ കുറിച്ച് പിഎസ്സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ഓർത്ത് വെച്ചു. നമ്മൾ പറഞ്ഞു 5 എണ്ണത്തിൽ 4 എണ്ണം ഇടുക്കി ജില്ലയിലാണ് വരുന്നത്, 1 മാത്രം പുറത്താണ് വരുന്നത്. അതേതാണ്? പാലക്കാട് വരുന്ന സൈലന്റ് വാലി, അല്ലെ? ഇനി നോക്കാം. ആദ്യമേ തന്നെ ഈ 3 ഷോലകളും, അതായത് മതികെട്ടാൻ ഷോല, ആനമുടി ഷോല, അതോടൊപ്പം പാമ്പാടും ഷോല, ഇവ 3ഉം നിലവിൽ വന്നത് 2003-ലാണ്. 3 അപ്പം 3 2003. അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. അപ്പൊ ഇരവികുളം ദേശീയോദ്യാനത്തിൽ നമുക്ക് 2 വർഷങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ്? ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1978-ലാണ്. ഓക്കെ, പക്ഷെ ഇതൊരു വന്യജീവി സങ്കേതമായിട്ടായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏത് വർഷമാണ്? 1975. അപ്പൊ 2 വർഷം നോക്കുക, 78ഉം അതോടൊപ്പം 75ഉം. 1978 ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. അതിനു മുൻപ് 1975 എന്താണ്? അതിനെ വൈൽഡ് ലൈഫ് സാങ്ച്വറി അതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോന്നുമായി ബന്ധപ്പെട്ട് പിഎസ്സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. അപ്പം ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും ഏത് തന്നെയാണ്? അതും ഇരവികുളം ദേശീയോദ്യാനമാണ്. കിട്ടിയല്ലോ. ഇനി വലുത് പറഞ്ഞു. അപ്പം നമ്മൾ നേരെ പഠിക്കേണ്ടത് ചെറുതാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? അത് പാമ്പാടും ഷോല ദേശീയോദ്യാനമാണ് ഏറ്റവും ചെറുത്. ഷോല വനങ്ങളാൽ നിറഞ്ഞതുകൊണ്ടാണ് പാമ്പാടും ഷോലയ്ക്ക് ആ പേര് ലഭിച്ചിരിക്കുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? ഇരവികുളം. ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാടും ഷോല. കിട്ടിയല്ലോ. ഇനി നമുക്ക് ഓരോന്നുമായി ബന്ധപ്പെട്ട് പിഎസ്സി ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്.
ഓക്കെ, അപ്പോൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഈ ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഞാൻ പറഞ്ഞു എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇനി ആ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ PSCയിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമുണ്ട്, ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണെന്നുള്ളത്. ഏതാണ്? നമുക്കറിയാം അത് വരയാടാണ് എന്നുള്ളത്, അല്ലെ? വരയാടാണ്. കൂടുതലായിട്ടും ഇതിന് വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏതാണ് ആ പേര്? നീലഗിരി താർ, അല്ലെ? നീലഗിരി താർ എന്നും അറിയപ്പെടുന്ന എന്തിനെ തന്നെയാണ്? ഈ വരയാടിനെയാണ്. ഏറ്റവും കൂടുതലായിട്ട് വേറൊരു ചോദ്യം ചോദിച്ച് കാണാറുണ്ട്, ഇതിന്റെ സയന്റിഫിക് നെയിം ഹെമിട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. അതോടൊപ്പം ഈ വരയാടുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യമുണ്ട്, ഏതോ ഒരു സംസ്ഥാന മൃഗമാണ്, ഔദ്യോഗിക മൃഗമാണ് ഈ പറയുന്ന വരയാട്. ഏതിൻ്റെയാണ്? തമിഴ്നാടിൻ്റെ. കേട്ടോ? അപ്പോൾ തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന വരയാടാണ്. ഇനി ഇതിൽ നമ്മൾ പഠിക്കേണ്ട 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതായത് നമുക്കറിയാം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. അപ്പോൾ ആനമുടി സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആനമുടി സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം രാജമല. ഇതിന് വേറൊരു നമുക്കറിയാം രാജമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാലും ഏത് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഏത് ദേശീയോദ്യാനത്തിന്റെ ഭാഗമായിട്ടാണ് രാജമല വരുന്നത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? അതും ഈ ഇരവികുളത്തിൻ്റെയാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇതിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 1978 ഇരവികുളം ദേശീയോദ്യാനം ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നീലഗിരി താർ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ്, അതിൻ്റെ സയന്റിഫിക് നെയിം പറഞ്ഞു. ആ മൃഗം തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗമായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു തെക്കേ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമുക്ക് പറയാം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അതോടൊപ്പം രാജമല. ഇത്രയുമാണ് ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്, സൈലന്റ് വാലി ദേശീയോദ്യാനം. അപ്പോൾ സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിൽ നമുക്ക് 2 വർഷം പറയാനുണ്ട്. ഇത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. അപ്പോൾ 1984 ഇത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് 1 വർഷം കൂടി പറയാനുണ്ട്. 1985 ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, അപ്പോൾ രാജീവ് ഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1984 ദേശീയോദ്യാനമായിട്ട് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുന്നു. 1985 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത് ഏത് വർഷമാണ് ഇതിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് ഇന്ദിരാഗാന്ധിയും ഈ ഒരു വർഷവുമാണ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന സൈലന്റ് വാലി പശ്ചിമഘട്ടവും അതോടൊപ്പം നീലഗിരി കുന്നുകളുടെ ഭാഗമായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കാണ്. പശ്ചിമഘട്ടവും അതോടൊപ്പം നീലഗിരി കുന്നുകളുടെയും ഭാഗമായിട്ട് കിടക്കുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? അത് സൈലന്റ് വാലിയാണ്. അതോടൊപ്പം തന്നെ മഴക്കാട് റെയിൻ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നതും ഏതാണ്? കേരളത്തിന്റെ സ്വന്തം സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പോയിന്റ് നമുക്ക് അറിയാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇരവികുളം ആണ് എന്നുള്ളത്, അല്ലെ? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. രണ്ടാമത്തേത് ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി, അല്ലെ? ഇനി അടുത്തതായിട്ട് ലങ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലങ്സ് ഓഫ് കൊച്ചിയാണ് മംഗളവനം. കുറച്ച് പേർക്ക് സംശയം വരും. ലങ്സ് ഓഫ് കൊച്ചി എന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ മംഗളവനമാണ്. അതെന്താണ്? ബേർഡ് സാങ്ച്വറി ആണ്. അപ്പോൾ കേരളത്തിന്റെ ലങ്സ് ഓഫ് കേരള, കേരളത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിൽ ഇതിനെ സൈലന്റ് വാലിയെ ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2007. 2007 സൈലന്റ് വാലിയെ ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്താണ് ബഫർ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമായിരിക്കും. അങ്ങോട്ട് ആളുകൾ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും കയറ്റത്തില്ല. അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റ് നമ്മൾ പറയുന്നത് സൈലന്റ് വനം എന്നറിയപ്പെട്ടിരുന്നതും ഏതിനെയാണ്? സൈലന്റ് വാലി നാഷണൽ പാർക്ക്, സൈലന്റ് വാലി ദേശീയോദ്യാനത്തെയാണ് സൈലന്റ് വനം എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്.
ഇനി നമ്മൾ പഠിക്കേണ്ടത് 2 പുഴകളെ കുറിച്ചിട്ടാണ്, തൂതപ്പുഴയും അതോടൊപ്പം കുന്തിപ്പുഴയും. അപ്പം നമുക്കറിയാം സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയാണ്. ഏതാണ്? തൂതപ്പുഴയാണ്. അപ്പോൾ അതിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. അപ്പോൾ കുന്തിപ്പുഴയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്നത്. ഇത് ഞാൻ ചെറിയൊരു കോഡ് പോലെ പറയാം. നമുക്കറിയാം കുന്തി ദേവി കർണനെ പുഴയിലൂടെ ഒഴുക്കി വിട്ടു എന്ന് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒഴുകുന്നത് ആരാണ്? കുന്തിയാണ്. ഓക്കെ, അപ്പോൾ കുന്തിപ്പുഴ ഒഴുകുന്നു. ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ ഏതാണ്? അത് തൂതപ്പുഴയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ കുന്തിപ്പുഴയ്ക്ക് വേറൊരു ചോദ്യം കൂടിയുണ്ട്. ഏറ്റവും മലിനീകരണം കുറഞ്ഞ പുഴ അല്ലെ, ഏതാണത്? കുന്തിപ്പുഴയാണ്. ഓക്കെ, അതോടൊപ്പം കുറച്ച് പോയിന്റുകളിലൂടെ ഞാൻ പറയാം. ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന മൃഗം ഏതാണ്? ഒരു ലൈൻ ടെയിൽഡ് മക്യോ, സിംഹവാലൻ കുരങ്ങ്. അപ്പം ആ സിംഹവാലൻ കുരങ്ങുകളുടെ അവിടെ എന്താണ് ധാരാളമായിട്ട് ആ പറയുന്ന മൃഗങ്ങളെ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. അത് ഇറ്റ്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വെടിപ്ലാവ്. വെടിപ്ലാവിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ആ മൃഗത്തെ അവിടെ ധാരാളമായിട്ട് കാണുന്നത്. ഓക്കെ ആണല്ലോ. അതോടൊപ്പം സൈലന്റ് വാലി, എന്തുകൊണ്ടാണ് അതിന് ആ പേര് ലഭിക്കാനുള്ള കാര്യം? സൈലന്റ് വാലി, അവിടെ ചീവീടുകളില്ല. അപ്പോൾ ക്രിക്കറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ചീവീടുകളുടെ അഭാവം മൂലമാണ് അവിടെ സൈലന്റ് വാലിക്ക് ആ പേര് ലഭിക്കാനുണ്ടായ കാരണം. അപ്പോൾ എല്ലാവർക്കും കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ നമുക്ക് പെട്ടെന്നൊന്ന് ഷോർട്ട് ചെയ്തിട്ട് പറയാം. വേറൊരു പോയിന്റ് കൂടി ഉണ്ട്. സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? അത് റോബർട്ട് വൈറ്റ്, ബ്രിട്ടീഷുകാരനായ റോബർട്ട് വൈറ്റ് ആണ് സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടെ പറയാം. 1984 സൈലന്റ് വാലിയെ ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നു. 1985 അത് രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നു. സൈലന്റ് വനം എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിക്ക് ആ പേര് ലഭിക്കാനുള്ള കാരണം എന്താണ്? അവിടെ ക്രിക്കറ്റ്സ്, ചീവീടുകളുടെ അഭാവം മൂലമാണ്. അതോടൊപ്പം കുന്തിപ്പുഴയും തൂതപ്പുഴയും സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ തൂതപ്പുഴയാണ്. അതോടൊപ്പം ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് ഏത് വർഷമാണ്? 2007 പിന്നെ നമ്മൾ പറഞ്ഞു പശ്ചിമഘട്ടവും നീലഗിരി കുന്നുകളും അല്ലെ എവിടെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? സൈലന്റ് വാലിയിലാണ്. ലങ്സ് ഓഫ് കേരള, കേരളത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് നമ്മുടെ സൈലന്റ് വാലിയാണ്. മഴക്കാട്, റെയിൻ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നതും ഏതാണ്? സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. അതോടൊപ്പം നമ്മൾ പറഞ്ഞു സൈലന്റ് വനം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വെടിപ്ലാവിന്റെ പ്രസൻസ് കൊണ്ട് അവിടെ ധാരാളമായിട്ട് എന്ത് കാണുന്നുണ്ട്? ലൈൻ ടെയിൽഡ് മക്യൂ, സിംഹവാലൻ കുരങ്ങുകളെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് പാമ്പാടും ശോല, മതുകെട്ടാൻ ശോല, അതോടൊപ്പം ആനമുടി ശോല. ഈ 3 ശോലകളും എന്നാണ് നിലവിൽ വന്നത്? 2003 ദേശീയോദ്യാനങ്ങളായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഏത് വർഷമാണ്? 2003. അപ്പോൾ ഇതിൽ നിന്ന് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണെന്ന് ചോദിക്കും. ഇടുക്കി ജില്ല. പിന്നെ ഇത് 3ഉം ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം സൈലന്റ് വാലിയുടെ ഒരു പോയിന്റ് കൂടി പറയാൻ ഞാൻ വിട്ടുപോയി. സൈലന്റ് വാലിയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അത് 2009 ആ ഒരു പോയിന്റ് കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2 എക്സ്ട്രാ പോയിന്റുകളുണ്ട്. ശോലവനങ്ങൾ. ശോലവനങ്ങളെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ലിവിങ് ഫോസിൽസിൽ നിന്നാണ്. എങ്ങനെയാണ്? ജീവിച്ചിരിക്കുന്ന ഫോസിലുകൾ എന്നറിയപ്പെടുന്നത് ശോലവനങ്ങളെയാണ്. അതായത് ഇതുവരെയുമായിട്ട് അതിന് മാറ്റങ്ങളൊന്നുമില്ല, അതേപടി തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ശോലവനങ്ങൾക്ക് ആ ഒരു പേര് ലഭിക്കാനുണ്ടായ കാരണം. ഇനി ഒരു പ്രോജക്റ്റ് കൂടി ഓർത്ത് വെക്കണം, എൻ്റെ മരം. ഓക്കെ, എൻ്റെ മരം എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം വനം വകുപ്പും കൂടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ പ്രധാനമായിട്ടുള്ള ദേശീയോദ്യാനങ്ങളെ കുറിച്ചിട്ടാണ്. ക്ലാസ്സുകളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിന് അറിയിക്കാവുന്നതാണ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് എൻ്റെ സൗജന്യ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. ദിവസവും സൗജന്യ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഡെയിലി എക്സാമിനേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അൺഅക്കാഡമിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അതോടൊപ്പം തന്നെ കോൺടാക്ട് നമ്പറും വെച്ചിരിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. അതോടൊപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഇതിൻ്റെ ബാക്കിയായിട്ട് കേരള ബേസിക് ഫാക്ട്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. മറക്കണ്ട, അൺഅക്കാഡമിയിൽ എൻ്റെ പ്രൊഫൈൽ കൂടി ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.